സംസ്ഥാനത്ത് കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിവിന് സർക്കാർ നീക്കം. കിഫ്ബിയുടെ ശുപാർശ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ധനമന്ത്രിമാർ പങ്കെടുത്ത യോഗം അംഗീകരിച്ചു. ടോൾ പിരിവ് സംബന്ധിച്ച് ചർച്ച നടന്നതായി CPM സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും സ്ഥിരീകരിച്ചു. ടോൾ പിരിവിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. മലയോര തീരദേശ ഹൈവേകൾ ഉൾപ്പെടെ കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്നവയായതിനാൽ സംസ്ഥാനത്ത് വ്യാപക ടോൾ പിരിവിനാണ് കളമൊരുങ്ങുന്നത്. നിലവിൽ കേരളത്തിലെ ദേശീയപാതകളിൽ മാത്രമാണ് ടോൾ പിരിവുള്ളത്. 50 കോടിയിലേറെ രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡുകളിലും പാലങ്ങളിലുമാണ് ടോൾ പരിഗണിക്കുന്നത്. മന്ത്രിസഭ കൂടി അംഗീകരിച്ചാൽ തുടർ നടപടികളിലേക്ക് കടക്കും. കിഫ്ബി ഇത് സംബന്ധിച്ച പഠനവും ആരംഭിച്ചു. ടോൾ പിരിവ് LDF-ൽ ചർച്ച ചെയ്തെന്നും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പദ്ധതികൾ വേണമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. LDF-നകത്ത് ഈ കാര്യങ്ങളിൽ ആലോചന നടന്നിട്ടുണ്ട്. കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് വൻകിട പദ്ധതികളിൽ ഇതുപോലുള്ള വരുമാനത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കുന്നതിൽ തീരുമാനമായില്ലെന്നും അത് സംബന്ധിച്ച ആലോചന നടക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കിഫ്ബി കടം വാങ്ങി പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്കുന്നു വികസനത്തിന്. അതിന്റെ ഭാഗമായി എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നും ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ട്. കിഫ്ബി പൊതുജനങ്ങൾക്ക് ശാപമായി മാറുകയാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ പ്രതികരിച്ചു. ഇതൊരു വെള്ളാനയാണെന്നും ഇത് സംസ്ഥാനത്തിന് ഗുണമല്ല ദോഷമാണ് ഉണ്ടാകുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. അന്ന് ഞങ്ങളെ പരിഹസിച്ച ആളുകൾ ഇപ്പം അതിന് മറുപടി പറയണം. ടോൾ പിരിവിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് സർക്കാർ വിശദീകരണം. നിലവിലെയും ഭാവിയിലെയും കിഫ്ബി പദ്ധതികൾക്ക് വരുമാനം ഉറപ്പാക്കേണ്ടതുണ്ട്. അതിന്റെ ചില മാതൃകകൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാലും നിലപാട് വ്യക്തമാക്കി. 24 തിരുവനന്തപുരം.